നമസ്കാരം. ഇന്ന് നമ്മുടെ 205-ാമത്തെ എപ്പിസോഡാണ്. രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇന്ന് സംഭവം. അതായത് ഇന്ത്യയിൽ നിന്ന് എല്ലാ സംസ്ഥാനത്തിനും 27 സംസ്ഥാനം, അതിൽ നിന്നെല്ലാം ഓരോ പരീക്ഷണാടിസ്ഥാനത്തിൽ വിദേശ രാജ്യത്തേക്ക് ഞണ്ടുകളെ കയറ്റി ഓരോ പാത്രത്തിനകത്ത് ഇട്ട് കൊണ്ടുപോകുമായിരുന്നു. ബാക്കി എല്ലാ സംസ്ഥാനത്തെയും ഞണ്ടുകളുടെ പാത്രങ്ങൾ, എല്ലാ സംസ്ഥാനത്തെയും ഞണ്ടുകളുടെ പ്രത്യേകത പഠിക്കാനാണ്. പാത്രങ്ങൾ മൂടി വെച്ചിരുന്നു, നല്ല രീതിക്ക് മൂടി വെച്ചിരുന്നു. കേരളത്തിലെ ഞണ്ടുകളുടെ പാത്രം മാത്രം മൂടി വെച്ചിരുന്നില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. കപ്പലിലാണ് കൊണ്ടുപോകുന്നത്. അത് മറ്റുള്ള സംസ്ഥാനത്തെ ഞണ്ടുകളെല്ലാം ചാടി അങ്ങ് പോകും ഇതിനകത്തുനിന്ന്. അതുകൊണ്ടത് മൂടി വെച്ച്. അപ്പോൾ കേരളത്തിലെ ഞണ്ടുകൾ പേടിക്കണ്ട, ഒരുത്തൻ ചാടി രക്ഷപ്പെടാൻ നോക്കിയാൽ അടുത്തവൻ കാലെ പിടിച്ച് വലിച്ച് പാത്രത്തിലേക്ക് തിരിച്ച് വലിച്ചിടും എന്ന് പറഞ്ഞ്. ഇതാണ് കേരള രാഷ്ട്രീയം. മറ്റുള്ള സംസ്ഥാനം പോലുള്ള രാഷ്ട്രീയമല്ല ഇത്. എന്തൊക്കെ അവിടെ കിടന്ന് കൊമ്പ് കുത്തിയാലും, വിജയ്ക്ക് കൊമ്പ് കുത്തിയാലും, ആര് കൊമ്പ് കുത്തിയാലും അവിടെ സ്റ്റാലിൻ തന്നെ ഭരിക്കുമെന്ന് നമുക്കറിയാം. അത് അവിടുത്തെ നേർനെറിയാണ്, അയാളുടെ ഭരണത്തെ അംഗീകരിക്കുന്നതിൻ്റെയാണ്. മറ്റ് സംസ്ഥാനത്ത് BJP. അതായത് ഇപ്പം ഈ കേരളത്തിൽ ഇപ്പോൾ 10 കൊല്ലമായിട്ട് തുറന്നടിച്ചങ്ങ് പറയുകയാണ്, ആ കൊറോണയുടെ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ കേരള സംസ്ഥാനം ഒരിക്കലും 2ാം പ്രാവശ്യം, എല്ലാ പ്രാവശ്യം 5 കൊല്ലമല്ലേ, ഒരിക്കലും LDF വീണ്ടും ഭരിക്കില്ലായിരുന്നു. കൊറോണയും വെള്ളപ്പൊക്കവും ഈ 2 സംഭവത്തിലും ഒന്നും വലുതായിട്ട് ചെയ്തിട്ടല്ല നമ്മുടെ മന്ത്രിസഭയൊന്നും. പക്ഷേ കാണിച്ച ധൈര്യം, പേടിക്കേണ്ടെന്ന് കൊടുത്ത ദിവസത്തിലുള്ള ആഹ്വാനങ്ങൾ, അത് ജനങ്ങളെ ധൈര്യപ്പെടുത്തി. പേടിക്കേണ്ട, മരിച്ചു പോകുന്നുണ്ടെങ്കിലും ഒരു ധൈര്യം കൊടുത്തു. അതൊക്കെയാണ് ഇത്. അപ്പോൾ ഇനി കേരളത്തിൽ ഒരു LDF ഭരണം വന്നു കഴിഞ്ഞാൽ എന്തു പറ്റുമെന്ന് ഈ ജനങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം മനസ്സിലായി, ലോകം മൊത്തം മനസ്സിലായി. കാരണം പിന്നെ ഒരിക്കലും LDFനെ മാറ്റാനൊക്കില്ല. ആ അവസ്ഥ ആകും. കാരണം നല്ല ഭരണമാണ്. കാരണം പെൻഷൻ്റെ കാര്യത്തിലാണേലും ആരോഗ്യ മേഖലയിലാണേലും എല്ലാവരും കുറ്റം പറയും. ആരോഗ്യ മേഖലയൊക്കെ വളരെ നല്ലതാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നോക്കിയാൽ അറിയാം. വൃത്തിയുടെ കാര്യത്തിലും നമുക്ക് ചോദ്യം ചെയ്യാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പോലും. പക്ഷേ മറ്റ് പ്രൈവറ്റ് ചോദിച്ചാൽ അടി കിട്ടും, സെക്യൂരിറ്റികൾ എടുത്തിട്ടിരിക്കും. അതുപോലെ പിന്നെ സ്കൂളുകളും കോളേജുകളുമൊക്കെ എല്ലാം നല്ല രീതിയിലാണ്. വിദ്യാഭ്യാസത്തിന് യോഗ്യതയുള്ള അധ്യാപകരില്ല. പക്ഷേ ഇതൊന്നും എറിക്കാതെ പോയത് എവിടെയാണെന്നറിയോ? ഇതിൻ്റെ പേരിൽ ഏരിയ തൊട്ടുള്ള, ജില്ലാ കമ്മിറ്റിയുടെ അല്ല, ഏരിയ തൊട്ടുള്ള താഴോട്ടുള്ള ആളുകൾ, ഏരിയ സെക്രട്ടറി അങ്ങനെയല്ല, ലോക്കൽ സെക്രട്ടറി, ഇങ്ങനെയുള്ളവർ ഗുണ്ടായിസം കാണിക്കാൻ തുടങ്ങി. ഞങ്ങൾ 10 കൊല്ലമായടാ, നമുക്കൊട്ടുണ്ടാക്കടാ. അതായത് ഗുണ്ടായിസം ഒരു സെറ്റപ്പായി. കാരണം ചോദിക്കുന്നതിനും പറയുന്നതിനും തല്ലാൻ തുടങ്ങി. ഞാനും ബൈ ഇലക്ഷന് മത്സരിച്ചല്ലോ. ഞാൻ മത്സരിച്ച്. എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. കാരണം എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഭയങ്കര പ്രശസ്തനായി പോകും. 1. 2, എൻ്റെ ജീവിതം തകർത്ത വ്യക്തിക്കെതിരെയാണ് ഞാൻ മത്സരിച്ചത്. അതിനെൻ്റെ അവിടെ പിന്തള്ളിപ്പിച്ച് കളഞ്ഞ്, ഞാൻ ആരെങ്കിലും പിന്താങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമാനല്ലേ, ഞാൻ വേറെ ആരുടെയും വെച്ചില്ലോ. അതെനിക്കറിയാമല്ലോ. എനിക്ക് മക്കളുണ്ട്, അതെൻ്റെ മക്കളാണ്, എനിക്കറിയാം. അത് അവൻ്റെ ഒന്നും കുടുംബത്തിലെ ആളുകളല്ലല്ലോ, അവൻ്റെ കുടുംബം പോലെ അല്ലല്ലോ. അതൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അത് അവരൊക്കെ സമ്മതിക്കണം. എൻ്റെ രക്തമല്ലേ അതൊക്കെ. അതുകൊണ്ടൊക്കെയാണ് എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ പ്രശസ്തനാവും. ഞാൻ ഒറ്റയാനാണ്. ഒറ്റയെന്ന് പറഞ്ഞാൽ ചത്താൽ എനിക്കൊരു വിഷയമില്ല. പക്ഷേ അത് അങ്ങനെ. പിന്നെ ഒരു ദയനീയ തോൽവി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ലെങ്കിൽ എനിക്കിട്ട് പണി കിട്ടി. ദയനീയ തോൽവി വരും, എനിക്കറിയാം. പക്ഷേ അത് ദയനീയ തോൽവി വന്നു, അത് എനിക്കറിയാം. അതായത് നമ്മുടെ ഒരു ശത്രുവിനെ ഭയങ്കര ശക്തനാണെങ്കിലും നിങ്ങൾ ആക്രമിക്കുമ്പോൾ നമ്മൾ ക്രൂരമായിട്ട് ആക്രമിക്കണം. അയാൾ പേടിക്കണം, അല്ലാതെ ആക്രമിക്കരുത്. ചുമ്മാ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അതങ്ങനെ. ഞാൻ വ്യക്തി വരെ പാർട്ടി വരിക. ഞാൻ പാർട്ടി ഓഫീസിൽ 7 കൊല്ലം ഇരുന്നാണ്. ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി, ഞാൻ PTA പ്രസിഡന്റ്, ഇതൊക്കെ ആയിരുന്നു, പറഞ്ഞല്ലോ. ഇപ്പം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പം പലർക്കും മനസ്സിലായി. ഞാൻ അന്നോടെ ഇരുന്ന് പറയുമായിരുന്നു, കമ്മിറ്റി സമ്മേളനമൊക്കെ നടക്കുമ്പോൾ, വർഗീയത ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ, കേരളത്തിൽ കൂടുകയാണെന്ന് ഇന്ത്യയിൽ. പക്ഷേ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത വളർത്തും. കാരണം ഇവിടെ ഒത്തിരി ടിപ്പു സുൽത്താൻ തൊട്ട് ഇവിടെ അക്ബർ തൊട്ട് ഇവിടെ ഒത്തിരി പേര് ഭരിച്ചിരുന്ന. ഒന്ന് മനസ്സിലാക്കുക, ഇന്ത്യക്കാരാണ് ഇന്ത്യയിലെല്ലാവരും. അതിനകത്ത് മുസ്ലിമുകളോ ക്രിസ്ത്യൻസോ ഒന്നുമല്ല, എല്ലാം ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് അത്
നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാം ഇന്ത്യക്കാരാണ് ഇവിടുന്ന്. അപ്പോൾ ഈ ന്യൂനപക്ഷ വർഗീയതയെ വളർത്തി എന്ത് ചെയ്തു, അവരുടെ അംഗസംഖ്യയെ കൂട്ടി അവർ മറ്റ് കാസ്റ്റിൽ നിന്ന് വരുത്തി, അങ്ങനെ ഒരു രീതിയായി. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം മാത്രമാണ് കുറഞ്ഞു വരുന്നത്. അവരെങ്ങാണ്ട് 8% ഇപ്പോൾ ഉള്ളൂ. അവരൊക്കെ 12% ഉണ്ടായിരുന്നതാണ്. ബാക്കി സമൂഹം എല്ലാം കൂടി വന്നു. അതുപോലെ കേരളത്തിലെ ഒരവസ്ഥ ഞാൻ തുറന്നടിച്ച് പറയുകയാണെങ്കിൽ, മാർക്സ് പാർട്ടിക്കൊരു ധാരണയുണ്ടായിരുന്നു, മുസ്ലിമുകളെ കൂടെ നിർത്തിയാൽ എല്ലാ കാലവും ഭരിക്കാം. അവരുടെ ഒരു, കാരണം ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം ഒന്നുമില്ലെന്ന് ഏക്കാണ്ടി സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാം കറക്റ്റാണ്. അപ്പോൾ മുസ്ലിംസിനെയും കുറച്ച് ക്രിസ്ത്യൻസിനെയും പിന്നെ ഈഴവ സമുദായം അങ്ങനെയുള്ള ഹിന്ദുക്കളെയൊക്കെ കൂടെ നിർത്തിയാൽ ഭരിച്ചു പോകാമെന്ന് പറയും. പക്ഷേ അവിടെ തെറ്റിപ്പോയി. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് കണ്ട് ഇപ്പം 40 MLA-മാരുണ്ട്. കോൺഗ്രസ്സിലോ മാർക്സ് പാർട്ടിയിലോ എങ്ങനെയാക്കട്ടെ, അവരുടെ കുറച്ച് മന്ത്രിമാരും ഉണ്ട്. അപ്പം 140 പേരുണ്ട്. അത് അവർ എന്നിട്ട് ഇപ്പം പ്രതിപക്ഷം ആരാണ്? അതായത് കോൺഗ്രസ് പ്രതിപക്ഷം 22 സീറ്റെങ്ങാണ്ട് മുസ്ലിം ലീഗിൻ്റെ ആണ്, 21. കോൺഗ്രസ്സിന് അതിനൊക്കെ താഴെയാണ്. പ്രതിപക്ഷ നേതാവാണ്ട് മുസ്ലിം ലീഗിൻ്റെ ആളാണ്. ഇതവർ മനസ്സിലാക്കി. പക്ഷേ കറക്റ്റായിട്ട് അറിയാമായിരുന്നു അവർക്ക്. ഈ പിണറായി സാറിൻ്റെ മരുമകൻ മുസ്ലിമാണ്, അവൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇവർ സപ്പോർട്ട് ചെയ്തതല്ലേ. പക്ഷെ ഒരിക്കലും ഭരണത്തിൽ കയറില്ലെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഈ ഗുണ്ടായിസം, കാരണം കാണുന്നവരെയൊക്കെ തല്ലുക, കാരൻ്റെയൊക്കെ മേത്തോട്ട് കുതിരി കയറുക, സ്റ്റേഷനിൽ ചെന്ന് ചെയ്യടാ എന്ന് പറയുക, അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുക, ഇങ്ങനെയൊരു പ്രവണത കാണിച്ചു. മുസ്ലിമുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമുകളിലൂടെ വളർത്തി കൊടുത്താണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ SDP ഒന്നും ആദ്യം രാഷ്ട്രീയത്തിലില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി, നിശബ്ദമായിട്ടിരിക്കുന്നതിൽ കാര്യമില്ല, വെട്ടിനും കുത്തിനും പോയിട്ട് കാര്യമില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്ന് മനസ്സിലാക്കി കൊടുത്തത് ഈ മാർക്സ് പാർട്ടിയാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ എല്ലാവരുടെ കൂടെ പിടിച്ച് നിന്ന് നമ്മൾ ശക്തരാകുക. എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും, അതായത് ഇന്ന് വരെ ഒരു പ്രാവശ്യം കണ്ടാണ്, ബാക്കിയെല്ലാം മുഖ്യമന്ത്രി ആയിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസ് ആയാലും ആരാകും? ഒരു മുസ്ലിമിലൊരാളാകില്ല. അതവർക്കറിയാം. മുസ്ലിമിലൊരാളാണെങ്കിൽ എന്തിനൊക്കെ ഏറെ ഗൗരവമാകേണ്ടപ്പോൾ പോലും ആക്കാത്തതാണ് കേരളം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട്. അതിനകത്തൊക്കെ ഒത്തിരി കാര്യമുണ്ട്. അവർക്ക് പോലീസിനോട് വരികയും തോന്നും, വരികയൊക്കെ ഉണ്ടെന്നുള്ളൊരു ബോധമായിരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോട്ടെ, മുസ്ലിമുകൾ ശക്തരായി സ്വന്തമായി നിലനിൽക്കാനൊരവസ്ഥ ഉണ്ടാകുമ്പം അവർ കൈപ്പിടിയിൽ വെക്കും കേരള രാഷ്ട്രീയം. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ലെന്ന് മുസ്ലിം സമുദായത്തിനും അറിയില്ല. ക്രിസ്ത്യൻസിന് ഒരിക്കലും അത് പറ്റില്ലെന്നറിയാം. കാരണം ക്രിസ്ത്യൻസിൻ്റെ പലരും മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, AKRN ആയിട്ടുണ്ട്. ജാതി വ്യവസ്ഥയിലാണ് ഞാൻ പറയുന്നത്. ജാതി വ്യവസ്ഥ ഈഴവരായിട്ടുണ്ട്, പിന്നെ നായരായിട്ടുണ്ട്, അങ്ങനെയുള്ള ബ്രാഹ്മണനായിട്ടുണ്ട്, ഇവരെല്ലാം ആയിട്ടുണ്ട്. പക്ഷെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയിട്ടില്ല. അപ്പം കോൺഗ്രസിൻ്റെ ഇതിലോട് കൂടി ഇന്ന് അവർക്കൊരു, ഈ അടുത്ത പ്രാവശ്യം അവർക്കൊരു 65 സീറ്റ് കിട്ടിയാലോ വില പേശാൻ പറ്റും. ഈ അവരുടെ കൈപ്പിടിയിൽ ഒന്നും കഴിയുമ്പോൾ ഇതൊക്കെ ഇപ്പോഴാണ് മാർക്സ് പാർട്ടിക്ക് മനസ്സിലാകുന്നത്. അത് അവരെ അങ്ങനെ ആക്കി തീർത്താണ്. കാരണം വെറും എത്രയാണ് 100 പേരിൽ അല്ല 10,000 പേരിൽ ഒരാളാണ് തീവ്രവാദം കാണിക്കുന്നത്, തീവ്രവാദ ചിന്താഗതി ഉണ്ടാകുന്നത്, ഇന്ത്യയിൽ തീവ്രവാദം കാണിച്ചത്. അതിന് പകരം മൊത്തം മുസ്ലിമിനെയും ആ കണ്ണോടുകൂടി കണ്ടു. അപ്പോൾ അവർ ഒറ്റപ്പെടുകയെന്നൊരു ബോധം വന്നു, അവർ ആക്രമിക്കപ്പെടുക എന്നൊരു ബോധം വന്നപ്പം അവർ ഉള്ളിൻ്റെ ഉള്ളിൽ സംഘടിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്യമായിട്ട് സംഘടിക്കാൻ SDPI പോലുള്ളവർ ശ്രമിച്ചപ്പം ഒതുക്കിക്കളഞ്ഞു. അത് BJP വളരാൻ കാരണം എന്താ? BJP വളരാനും കാരണം ഈ തീവ്രവാദം പാകിസ്ഥാനിലുണ്ടായതാണ്, ചൈനയിൽ നിന്ന് ആക്രമണം ഉണ്ടായി. അപ്പം BJP തന്നെയാണ്. ഞാൻ BJP അനുകൂലിക്കുന്നതാണ്. കാരണം നരേന്ദ്രമോദി എൻ്റെ സൂപ്പീരിയർ വർത്താനൊന്നുമല്ല കേട്ടോ. കാരണം ഇത്രയും വെല്ലുവിളിക്കണമെങ്കിൽ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധമുള്ളതുകൊണ്ടാണ്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് ഒരാൾ ഇന്ത്യ ഭരിച്ചില്ലെങ്കിൽ മൊത്തം തെണ്ടി പോകത്തേ ഉള്ളൂ. ഇന്ത്യയുടെ അവസ്ഥ വേറൊരാളുടെ കയ്യിലേക്ക് ഇപ്പോൾ എത്തിയാൽ ഇന്ത്യ എൻ്റെ കണക്കൂട്ടലിൽ ഒരു 5 കൊല്ലത്തിന് നമ്പർ 1 ആവും. ഇപ്പോൾ തന്നെ നമ്പർ 1. ഇന്ത്യ കളിക്കുന്ന കളികളൊന്നും ആർക്കും അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിശബ്ദമായിട്ടുള്ള, ബുദ്ധിപരമായുള്ള നിശബ്ദതയാണ് ഇന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിലാണ്. എന്നാ കുറ്റം പറഞ്ഞാലും എല്ലാവർക്കും അതകത്ത് സപ്പോർട്ട് ചെയ്തൊക്കെ ഉള്ളൂ. കാരണം ചുമ്മാ ഒരു പോസ്റ്റർ ഒട്ടിച്ച് കാശ്മീരിൻ്റെ പേരിലാണ് ഒരു VIP തീവ്രവാദികളെ മൊത്തം പിടിച്ച് ഒരു പോസ്റ്റർ ഒരു മരത്തേലോ ഭിത്തിയിലോ കണ്ട് ഒട്ടിച്ചാണ് തീവ്രവാദത്തെ ആക്രമണം ചെയ്തുകൊണ്ട്. അത് ഒരു ചുമ്മാ ഇദ്ദേഹം മോദിജി ഏർപ്പാട് ചെയ്ത ഒരു IPS ഓഫീസറാണ് അത് കണ്ടുപിടിച്ചത്.
ആ ഒരു പോസ്റ്റർ വെച്ച്. ഇല്ലായിരുന്നെങ്കിൽ എവിടെയൊക്കെ ഇവർ ബോർഡിന് നടത്തിയേനെ. അതുപോലെ തന്നെ എന്നാ 1000 പേരെ എവിടെയെങ്ങാണ്ട് നുഴഞ്ഞേറ്റക്കാരെ നിർത്തിയ 1000 ചുമ്മാ രോമത്തിൻ്റെ വിലയേ ഉള്ളൂ. ചുമ്മാ അവനൊക്കെ തല്ലി കൊല്ലത്തേ ഉള്ളൂ. ഇങ്ങോട്ട് 1000 പേരല്ല 10000 പേര് വന്നാൽ. നിസ്സാര ഒരു സംസ്ഥാന പ്രശ്നം. ഈ മുല്ലപ്പെരിയാർ വിഷയം ഉണ്ടായപ്പം 10,000 30,000 എൻ്റെ അപ്പം മരിച്ചു പോകുന്നതിന് പറഞ്ഞാൽ ചുമ്മാ ഒരു സംസ്ഥാന പ്രശ്നം ഉണ്ടായ എടാ മോനെ അവിടെ നിന്ന് വരുന്ന ഒന്നും രണ്ടും പേരല്ല, ലക്ഷക്കണക്കിന് പേര് ഇങ്ങോട്ട് വരും. കേരളത്തിനൊന്നും ചെയ്യാനൊക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സത്യം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിർത്തിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ഞാൻ ഒളിച്ചോടി പോകേണ്ടി വന്നു കുടുംബമായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ വരുന്നത് അങ്ങനെയാണ്. അതും അപ്പോൾ പിന്നെ ഈ ഇന്ത്യ ആക്രമിക്കാൻ വേറൊരു ആൾക്കാർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇന്ത്യ തിരിച്ചടിക്കുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതിന് മാത്രം ശക്തമാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിൽക്കുന്ന ആയുധം എന്താണെന്ന് പോലും അറിയില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം അവസരം കൊടുത്തത് പോലും, കാരണം ഇന്ത്യയുടെ ആയുധങ്ങൾ പരീക്ഷിക്കാൻ ഞാനിവിടെ അതായത് നമ്മുടെ ഈ സിന്ദൂർ എന്നും പറഞ്ഞ ആ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു അവരാക്രമിച്ച് അവരിങ്ങനെ ചെയ്തത് ഹണിമൂൺ പോയവരെ കൊന്നപ്പം ഇന്ത്യയുടെ ആയുധങ്ങൾ പരീക്ഷിക്കാൻ ഒരവസരം കൊടുത്തു. അത് എന്നാലും ഇന്ത്യയുടെ അതിൻ്റെ 10 ഇരട്ടി ആയുധങ്ങളുണ്ട്. ആ സമയത്താണ് ഇവിടെ ഒരുമാതിരി തൊലിഞ്ഞ രാഷ്ട്രീയം വെച്ച് കുറച്ച് മുസ്ലിമുകളെയും പിടിച്ച്, കുറച്ച് നായന്മാരെയും പിടിച്ച്, കുറച്ച് ഈഴവരെയും പിടിച്ച്, കുറച്ച് ക്രിസ്ത്യാനികളെയും പിടിച്ച്, കുറച്ച് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത് മാഷാട്ടി. ഇതൊന്നും നടക്കുകയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഉള്ളിൽ വെറുപ്പായിപ്പോയി. എല്ലാവരോടും വെറുപ്പായിപ്പോയി. എന്ത് നല്ല ചെയ്തിട്ടും കാര്യമില്ല. കാരണം അതിൻ്റെ പ്രധാന കാരണം ഗുണ്ടായുസമാണ്, അഹങ്കാര വർത്താനം. ഞാൻ പറയട്ടെ, ഒരാൾ ഈ കോൺഗ്രസ്സുകാരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനൊരു കോൺഗ്രസ്സും അല്ല BJP അല്ല മാഷും അല്ല. ഇപ്പം അവരുടെ പ്രത്യേകത എവിടെ കണ്ടാലും എന്നാ ഉണ്ട് മോനെ, എന്നാ ഉണ്ടറാ ആ ചോദ്യം ഒരു LDFിലുള്ള ഒരാൾ ചോദിച്ച് കാണിക്കട്ടെ. എന്നെ തന്നെ എന്തോരം വെല്ലുവിളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ ഇത്രയും കാലം ഏതാണ്ട് 30 കൊല്ലമായിട്ട് ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവനായിരുന്നു. അപ്പോൾ പാർട്ടിക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടായുസമാണ്. രണ്ടാമത് ഈ വർഗീയത വെച്ച് ചൂഷണം ചെയ്യാമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആരാണെന്നറിയോ? CPM ആണ്. പക്ഷേ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വന്നു എന്ന് മനസ്സിലായപ്പം ഈ മുസ്ലിങ്ങളെല്ലാം കോൺഗ്രസ്സിലേക്ക് തിരിഞ്ഞു, ക്രിസ്ത്യാനികളും ഭൂരിപക്ഷം. കാരണം അവർക്കെല്ലാം വേണ്ടത് അവരുടെ നിലനിൽപ്പാണ്. അവരുടെ 5 മന്ത്രിമാരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങളും ചോദിച്ചു മേടിക്കാം. അപ്പോൾ അത് കോൺഗ്രസ്സിൽ നിന്നാണെങ്കിൽ കോൺഗ്രസ്സിന് ചോദിച്ചു മേടിക്കും, LDFിൻ്റെ കൂടെ പോയി ചോദിച്ചു മേടിക്കും, ക്രിസ്ത്യാനികളും അങ്ങനെ ചോദിച്ചു മേടിക്കും, ബിഷപ്പുമാരും എല്ലാം ചോദിച്ചു മേടിക്കും. അത്രയേ ഉള്ളൂ സംഭവം. അതിനിവിടെ അത് ചെയ്ത് എന്തിനാ ഉമ്മണി സഖാവ് പറഞ്ഞതെന്നാ? എനിക്ക് ഭയങ്കര റെസ്പെക്റ്റായിരുന്നു. മേടിച്ച് ഊമ്പി വെച്ച് നീയൊക്കെ തിരിഞ്ഞു കുത്തിയാൽ. പിന്നെ രണ്ടാമത് ശബരിമല വിഷയത്തിൽ ഒരു 5-6 പക്ക പ്രോസ്റ്റ്യൂട്ട് ലെവലുള്ള ആൾക്കാരല്ലാതെ ആ ശബരിമലയിൽ ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ ഒരു നല്ല സ്ത്രീ അവിടെ കയറാൻ പോയോ? നിങ്ങൾ വിചാരിക്കണം, നൂറ്റാണ്ടുകൾ 1ഉം 2ഉം അല്ല, എത്ര നൂറ്റാണ്ടുകളായിട്ട് ശബരിമല ഉണ്ടായപ്പോൾ തൊട്ട് അവിടെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി അനുവർത്തിക്കുന്നതാണ്. വേറൊരു സമുദായത്തിന്, മുസ്ലിമിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യൻ്റെ ആണെങ്കിലും നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഇവിടെ എങ്ങാണ്ട് ഈ അങ്കമാലിക്കടുത്ത് ഏതൊരു പള്ളി ഉണ്ടല്ലോ, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊരു കോടതി വിധി നടപ്പാക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് 5-6 ഭയങ്കര വൃത്തിയിട്ട സ്ത്രീകൾ അങ്ങോട്ട് കയറി അതിന് സപ്പോർട്ട് ചെയ്തു? അവളെ അടിച്ചോടിക്കണമായിരുന്നു. ഒരു കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീ സ്വയം കയറാൻ തയ്യാറായോ? ഫ്രാങ്കായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ പോയി ഒരുത്തി അവിടുത്തെ ഏതാണ്ട് വലിയ വക്കീലായിരുന്നു. ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, വീട്ടിൽ കയറ്റിയില്ല അവളെ. അവൾക്ക് അവിടെ പോയിട്ട് ചൊറി കുത്തിയിരിക്കുക. ഒരു 10 കേസുണ്ടോ എന്ന് ചോദിക്കട്ടെ. ഡൽഹി പോയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒളിച്ചോടി പോയതാണ്. അവിടെ വേറെ ചില രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ കൊണ്ട്, കാരണം അല്ലാതെ അത് ഉയർച്ചയല്ല. ഇവിടെ ഒരു നേതാവുണ്ടായിരുന്നു, ഇവിടുത്തെ ശല്യം സഹിക്കാതെ അയാൾ ആദ്യം ജില്ലാ പഞ്ചായത്തിലേക്ക് വിട്ടു, ഇവിടുത്തെ ശല്യം സഹിക്കാതെ പിന്നെ അയാളെ MLA ആക്കി വിട്ടു, തിരുവനന്തപുരത്ത് പൊക്കോളും അങ്ങനെയൊക്കെ ഉള്ളവർ. ഇത് പോയത് ഡൽഹി പോയി വലിയ ആനയായി കുതിരയായിരുന്നു. അവരൊക്കെയാണ് കയറിയത്. ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞൊരു സ്ത്രീ എനിക്ക് കയറണമെന്ന് പറഞ്ഞു പോയോ? കാരണം അവരുടെ ആചാരമാണ്. അവർ ഋതുമതിയായിരിക്കുമ്പോൾ പോലും അവർ ആ വീട്ടിൽ കയറില്ല. അത്ര ആചാരനിഷ്ഠം 28-41 ദിവസം വ്രതമെടുത്ത് പോകുന്നതാണ്. കാരണം അവരുടെ ആചാരത്തിൽ പോകുന്നതിന് എന്തിനാണ് ഇതിനകത്ത് തലയിടാൻ പോകുന്നത്? അതൊക്കെ നെഗറ്റീവ് അടിച്ചു. ആ ഇലക്ഷനിൽ വന്ന MP പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് വന്ന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അതൊക്കെയാണ് പറ്റുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെല്ലുവിളിക്കുന്ന എന്താ, ഞങ്ങളെ കൊല്ലാനൊക്കെ തോൽപ്പിക്കാൻ ഇല്ലെന്ന്. നിങ്ങൾക്കും അതുപോലെ കൊല്ലാനൊക്കെ ഉള്ളൂ, തോൽപ്പിക്കാനൊക്കെ ഇല്ല. അത് ഇപ്പോഴത്തെ ശരിക്കും ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF ഭരിക്കും.
അടുത്ത അതെല്ലാവർക്കും അറിയാം. 1. 2, അത് 5 കൊല്ലമായിരിക്കില്ല 10 കൊല്ലം വരെ പോകും. കാരണം എന്തും ആയിക്കോട്ടെ UDF ഭരിച്ചോട്ടെ. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ BJPയുടെ ഈ പകുതി സീറ്റെത്തും. ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ സർവേ എടുത്തപ്പോൾ അറിയാം. ചുമ്മാ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങളെ കൊടുത്താൽ കുറച്ചെങ്കിലും സീറ്റ് കിട്ടുന്നു. ഒരു 90 സീറ്റിന് മേളിൽ UDFന് പിടിക്കില്ലേ? അത് നിങ്ങൾക്കറിയാം. ബാക്കിയുള്ള ഒരു 15 സീറ്റ് BJP പിടിക്കും. ബാക്കിയുള്ള സീറ്റേ LDFന് സാധ്യതയുള്ളൂ. ഈ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഞാൻ 21 സീറ്റാണ് പിടിച്ചത്. വിചാരിച്ച് 22-ൽ 19 പിടിച്ചു. അതൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പോയി മത്സരിച്ച്. അതെൻ്റെ കുടുംബ പ്രശ്നമായിരുന്നു. കാരണം എന്നിട്ട് പോലും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എന്നല്ല ശരി, നിങ്ങൾ ഈ വർഗീയത വെച്ച് കളിക്കരുത്. ഈ വർഗീയത വെച്ച് കളിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ പണ്ട് ഇവിടുത്തെ ഏരിയ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി വരുന്ന വർഗീയതയുടെ ഇതാണ്. എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. വർഗീയത വെച്ച് കളിച്ചാൽ ഇതാണ് കുഴപ്പം. നന്മയുള്ളതൊന്നും കാര്യമില്ല. പിന്നെ അഹങ്കാരം ഏതവനും തല്ലി തോൽപ്പിക്കുക എന്നുള്ള അഹങ്കാരം, ഇതൊക്കെ ഒരിക്കൽ തിരിച്ച് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ എന്നാലും ഈ കമ്മ്യൂണിസം ഒരിക്കലും നശിക്കുന്നില്ല ലോകത്തുനിന്ന്. അതായത് കമ്മ്യൂണിസം വ്യക്തികളെ മരിച്ചു പോവുള്ളൂ. കമ്മ്യൂണിസം എന്നുള്ളത് അതൊരു 5 കൊല്ലോ 10 കൊല്ലോ 15 കൊല്ലോ കഴിഞ്ഞ് തിരിച്ച് വരണ്ടേ. അല്ലാതെ മറ്റൊരു ബംഗാളാകോ ത്രിപുരയായി പോകണോ? മറ്റൊരു വെനസ്വേല ആകണോ? ചൈനീസ് കമ്മ്യൂണിസമോ ഈ കമ്മ്യൂണിസമായിട്ടൊന്നും കണക്ക് കൂട്ടരുത്. ഇവിടെ വേറെയാണ്. ഇവിടെ ജനാധിപത്യമാണ്. ചൈനീസ് കമ്മ്യൂണിസം ഒന്നും ജനാധിപത്യമല്ല, സ്വേച്ഛാധിപത്യമാണ്. അതൊക്കെ സ്വേച്ഛാധിപത്യം തന്നെയാണത്. പല രാജ്യങ്ങളിലും കമ്മ്യൂണിസം. അതുകൊണ്ട് ഓർക്കുക, ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ. ഇതൊന്ന് ശ്രദ്ധിച്ച് പോയാൽ ഈ അഹങ്കാരം കുറയ്ക്കുക, കണ്ടവൻ്റെ മേത്ത് കുതിര കയറുന്നിരിക്കുക. ഈ സാമ്പത്തികമൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു പാവങ്ങൾ പാർട്ടിയുടെ ഓരോ പോസ്റ്റ് അടിച്ച് കിടക്കുന്നതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നറിയോ? എന്ത് ദയനീയമാണെന്നറിയോ? പക്ഷേ നേതാക്കന്മാരുടെയൊക്കെ കയ്യിൽ എത്ര കോടി രൂപയുടെ ആസ്തിയാണെന്നറിയോ? അവരൊക്കെ സൈക്കിൾ പോലും ഇല്ലാതെ നടന്നവരുടെ ഉപയോഗിക്കുന്ന കാറുകളുടെ കണക്കെടുക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാം. അല്ലാതെ കിറ്റ് കൊടുത്തോ അങ്ങനെ 2500 പെൻഷനാക്കിയോ ഒന്നും ഒരു കാര്യമില്ല. ഇത് ഒരു വിഡ്ഢിയുടെ ജൽപ്പനങ്ങളല്ല. ഇത് വീണ്ടും വീണ്ടും കേട്ട് കഴിയുമ്പോൾ അറിയാം. അതായത് സമൂഹത്തിനോട് ആദ്യം ഇടപെടാൻ പറ. എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. എൻ്റെ അമ്മയുടെ അടുത്ത് ഇവിടെ താമസിക്കുന്ന ഒരു വാർഡ് സ്ഥാനാർത്ഥിയോ ഒരു ബ്ലോക്ക് സ്ഥാനാർത്ഥിയോ ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ പ്രതിനിധി ഇവിടെ വോട്ട് വയ്ക്കാൻ വന്നിട്ടില്ല. കാരണം ഞാനുമായിട്ടുള്ള പ്രശ്നം വെച്ചാൽ അത് വോട്ട് ചെയ്യലെന്ന് വെച്ച്. പക്ഷേ മറ്റു പാർട്ടിക്കാരെല്ലാം വന്നു. അതായത് ചെയ്യില്ല എന്നുള്ള മുൻവിധി. പിന്നെ അവിടെ ഇരുന്നിട്ട് ഞാനല്ലേ എത്ര വർഷം ഇന്നയാൾ ഇന്നോട്ട്, ഇന്നയാൾ നമ്മുടെ വോട്ട്, ഇന്നയാൾ അവരുടെ വോട്ട് എന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാ വിഡ്ഢിത്തരമാണ്. തോൽക്കുന്ന സ്ഥാനാർത്ഥിയെ സൂചിപ്പിച്ച് അന്നത്തെ ദിവസത്തെ ചിലവിന് വേണ്ടി അത് ടിക്ക് ചെയ്ത് വിടുന്നവൻ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ജയിക്കും സഖാവ് എന്നൊക്കെ പറയും. ഒന്നും ജയിക്കില്ല എന്ന് അവന് തന്നെ അറിയാം. എന്നിട്ട് അവന് വേണ്ടിയിട്ട് ഇത് ചെയ്യും. അങ്ങനെയൊക്കെ ഒത്തിരി പേര് തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ പൊതുജനത്തിനറിയാം. ഞാൻ പറയുന്നതൊക്കെ ഏകദേശം സത്യമെന്നറിയാം. വർഗീയത വെച്ച് കളിക്കരുത്, ഗുണ്ടായിസം വെച്ച് കളിക്കരുത്, പാവപ്പെട്ടവനെ ഊമ്പിച്ച് പൈസ ഉണ്ടാക്കരുത്. പിന്നെ ഈ സ്ത്രീകൾ ഒരു കുടുംബ പ്രശ്നം കൊണ്ട് വരുമ്പം അത് പരിഹരിച്ച് വിടാൻ നോക്കുക. അല്ലാതെ അതിനകത്ത് പോലീസിനെ വിളിച്ച് പുരുഷനെ പേടിപ്പിച്ച് സ്ത്രീയെ പേടിപ്പിച്ച് അതിനകത്ത് ചൂഷണം എടുക്കാതിരിക്കുക. കാരണം ഇനിയൊരു 3-4 മാസം കൂടെ ഉള്ളൂ. അതിനകം ഇതൊക്കെ ചെയ്യുക. എൻ്റെ ജീവൻ തകർന്ന് എനിക്കറിയാം. ഞാനൊന്നും വകവെക്കാത്തതുകൊണ്ട് ഒറ്റയനായതുകൊണ്ടൊക്കെ എനിക്കിങ്ങനെ പറയാനുള്ള ധൈര്യം തോന്നുന്നു. അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.